കോഴിക്കോട് എലത്തൂർ നിയമസഭാ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലും കലഹം. ഇത്തവണ മണ്ഡലം ഘടകകക്ഷികൾക്ക് നൽകരുതെന്ന് ജില്ലാ നേതൃത്വം KPCC അറിയിച്ചു. കഴിഞ്ഞ തവണ മാണി സി കാപ്പന്റെ പാർട്ടിയായ NCK മണ്ഡലത്തിൽ 33,000 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇടതുമുന്നണിക്ക് പിന്നാലെ എലത്തൂർ നിയമസഭാ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലും കലഹം രൂക്ഷം. കഴിഞ്ഞ തവണ മാണി സി കാപ്പന്റെ പാർട്ടിയായ NCKക്കാണ് എലത്തൂർ മണ്ഡലം വിട്ടു നൽകിയത്. ആലപ്പുഴ സ്വദേശിയും വ്യവസായിയുമായ സുൽഫിക്കർ അലി മയൂരി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് DCC സെക്രട്ടറി കൂടിയായ ദിനേശ് മണി ഇവിടെ വിമത സ്ഥാനാർത്ഥിയായി പ്രചാരണവും തുടങ്ങിയിരുന്നു. ഭൂരിഭാഗം പേരും വിമതപക്ഷത്തിനൊപ്പം നിന്നതോടെ നേതൃത്വമാകട്ടെ വെട്ടിലാകുകയും ചെയ്തു. MK രാഘവൻ MP അടക്കം സുൽഫിക്കർ അലി മയൂരിയുടെ സ്ഥാനാർത്ഥിത്വത്തെ അന്ന് തള്ളുകയും ചെയ്തു. ഒടുവിൽ നേതൃത്വം ഇടപെട്ട് നടത്തിയ അനുനയ ചർച്ചകൾക്കൊടുവിലാണ് സുൽഫിക്കർ അലിക്ക് തന്നെ കോൺഗ്രസ് പച്ചക്കൊടി കാട്ടിയത്. ഒടുവിൽ മത്സരഫലം വന്നപ്പോഴാകട്ടെ 36,000 വോട്ടുകൾക്ക് സുൽഫിക്കർ അലി മയൂരി പരാജയം സമ്മതിക്കേണ്ടിയും വന്നു. അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ മാണി സി കാപ്പനിൽ നിന്ന് എലത്തൂർ സീറ്റ് തിരികെ വാങ്ങണമെന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം UDFൽ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ശശീന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കണമെന്നാണ് പ്രാദേശിക വികാരമെന്നും ചില നേതാക്കളുടെ അടക്കം പറച്ചിലുകളുമുണ്ട്. എന്നാൽ ജില്ലയിലെ KPCC ഭാരവാഹികളാകട്ടെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. NCK ഇത്തവണയും ദുർബലനായ സ്ഥാനാർത്ഥിയുമായി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയാൽ എതിർക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിനുള്ളിലെ പൊതുവികാരം. KP ശ്യാമപ്രസാദ്, ജനം, കോഴിക്കോട്.